പൂക്കോട്ടുംപാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കോട്ടുംപാടം. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. AICC ജനറൽ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരിക്കൽ കൂടി BJP അധികാരത്തിലെത്തിയാൽ അത് ജനാധിപത്യ ഇന്ത്യയുടെ അവസാനമായിരിക്കും. BJPക്കെതിരെ രാഹുൽ ഒറ്റയ്ക്കല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നും ആലി മുസ്ലിയാരുടെയും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും പോരാട്ടവീര്യമാണ് ഓരോ UDF പ്രവർത്തകന് വേണ്ടതെന്നും വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ പാടെ തകർച്ചയുടെ വക്കിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിവർന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളമൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പോസ്റ്ററിൽ പതിച്ച് വോട്ട് ചോദിക്കുന്ന CPM-ഉം CPI-യും ആനി രാജയെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? കോൺഗ്രസിനെ BJP-യെക്കാളും ശത്രുപക്ഷത്ത് നിർത്തി തോൽപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, KT കുഞ്ഞാൻ, E. ഗോപിനാഥ്, VA കരീം, NA കരീം, മച്ചിങ്ങൽ കുഞ്ഞു, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കൂമഞ്ചേരി നാണിക്കുട്ടി, പാലോളി മെഹബൂബ്, സമീർ പുളിക്കൽ, ജോർജ് തോമസ്, ഷുഹൈബ് മുത്തു, സൈഫ് ഏനാന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കല്ലായി ആർക്കേഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.